ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഹണി. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന 3 ഹെയർ കെയർ ടിപ്സുമായിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ആദ്യത്തേതാണെങ്കിൽ ഒരു ഹെയർ പാക്കാണ്. മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറാനും താരൻ മാറാനും പെട്ടെന്ന് തന്നെ മുടി വളരാൻ ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ്. രണ്ടാമത്തേതാണെങ്കിൽ ഒരു ഹെയർ ടോണറാണ്. അത് താരൻ മാറാനും പെയിൻ ശല്യം മാറാനും മുടി വളരാനും ഒക്കെ സഹായിക്കുന്നതാണ് കേട്ടോ. അതുപോലെ മൂന്നാമത്തേതാണെങ്കിൽ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനും പുതിയ മുടി കിളുക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ ടോണറാണ് കേട്ടോ. ഇനിയിപ്പോൾ ആദ്യത്തേത് നോക്കാം അല്ലേ. ഇതൊരു ഹെയർ പാക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു ഹെയർ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന മുരിങ്ങയിലയാണ്. മുരിങ്ങയിലയ്ക്ക് വളരെയധികം ഔഷധ ഗുണങ്ങളുണ്ട്. മുരിങ്ങയില കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. ഇത്രയും ഗുണങ്ങളുള്ള ഈ മുരിങ്ങയില നമ്മളൊരു ഹെയർ പാക്കായിട്ട് ഇട്ടാൽ ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ. ഞാനിപ്പോൾ കുറച്ച് മുരിങ്ങയില പറിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് കഴുകി എടുത്തിട്ട് അടത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ മുരിങ്ങയില. ഞാൻ തലേ ദിവസം പറിച്ചു വെച്ചതുകൊണ്ടാണ് ചെറിയൊരു വാട്ടം വന്നത്. നിങ്ങൾക്ക് ഇപ്പം പറിച്ചെടുത്തിട്ട് അന്നേരം തന്നെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുക്കാൻ നമ്മുടെ അടുത്തില്ലാത്തത് കൊണ്ടാണ് ഞാൻ തലേ ദിവസം പറിച്ചു വെച്ചത്. മുരിങ്ങയിലയിലാണെങ്കിൽ ധാരാളമായിട്ട് വൈറ്റമിൻസ്, മിനറൽസ്, അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുടി കൊഴിച്ചിൽ കൺട്രോൾ ചെയ്യാനും പുതിയ മുടി കിളുക്കാനും താരൻ മാറാനും ഒക്കെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. മുരിങ്ങയില ഇതുപോലെ ഇല മാത്രം അടത്തിയെടുത്ത് നന്നായി കഴുകിയെടുത്ത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ടിട്ട് കൊടുക്കുക. ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് കല്ലിൽ വെച്ച് കുറച്ച് വെള്ളം കൂട്ടി അരയ്ക്കാമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അരച്ചെടുത്തിട്ട് ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ കാണിച്ചു തരാം. നല്ല താളിയുടെ ഒരു ഫോമിലായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇപ്പോൾ അരിച്ചെടുക്കാണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഹെയർ പാക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഇതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്രേ ബോട്ടിലോട്ട് ആക്കിയിട്ട് അങ്ങനെ ചെയ്യാം. കുറച്ച് തിക്കായിട്ട് സ്പ്രേ ബോട്ടിലിൽ നിന്ന് വരാൻ പാടായിരിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നമ്മുടെ മുടിയിലും തലയോട്ടിയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുക. ഒരു 10 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇത് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പം നമുക്ക് അടുത്തത് നോക്കാം അല്ലേ. ഇനിയിപ്പോൾ ഒരു ഹെയർ ടോണറാണ് കാണിക്കുന്നത്. ഇത് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ തന്നെ പെയിൻ ശല്യം പൂർണ്ണമായിട്ട് മാറാനും താരൻ മാറാനും ഒക്കെ സഹായിക്കും കേട്ടോ. ഇനിയിപ്പം നമ്മുടെ ഹെയർ ടോണർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്ന 1 സ്പൂൺ അളവിൽ കടുകാണ്. അതിലോട്ട് ഞാൻ കുറച്ച് തുളസിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. തുളസിയിലയാണെങ്കിൽ പെയിൻ ശല്യം മാറാനായിട്ട് നല്ലതാണ് കേട്ടോ. തുളസിയില മാത്രം അരച്ച് തലയിലിട്ടാലും പെയിൻ ശല്യം ഉണ്ടെങ്കിൽ മാറും. ഇതിപ്പം താരനും പെയിൻ ശല്യവും ഒരുപോലെ മാറാൻ സഹായിക്കുന്ന ഒരു ഹെയർ ടോണർ ആയതുകൊണ്ടാണ് ഈ രീതിയിൽ കാണിക്കുന്നത്. ഇനിയിപ്പം നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലോട്ട് നമ്മൾ കടുകും തുളസി ഇല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 2 അല്ലി വെളുത്തുള്ളിയാണ്. തൊലിയോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയാണെങ്കിൽ മുടി കൊഴിച്ചിൽ കൺട്രോൾ ആവാനും അതുപോലെ തന്നെ പുതിയ മുടി കിളുക്കാനും താരൻ മാറാനും പേൻ ശല്യം മാറാനും ഒക്കെ വളരെയധികം നല്ലതാണ്. വെളുത്തുള്ളിയുടെ മണം കേൾക്കുമ്പോൾ തന്നെ പേനൊക്കെ പൊക്കോളൂ കേട്ടോ. ഈര് മാറാനൊക്കെ ഈ വെളുത്തുള്ളി വളരെയധികം സഹായിക്കും. ഇനിയിപ്പോൾ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് അരച്ചെടുത്താൽ മതിയേ. ഇനിയിപ്പോൾ ഇതുപോലെയാണെങ്കിൽ ഒരു ഹെയർ പാക്കായിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാവേ. കുട്ടികൾക്കാണെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ. കാരണം ഇതിന് ഇത്തിരി നീറ്റലൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് അരിച്ചെടുത്തിട്ട് നമുക്കാണെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലോട്ട് മാറ്റിയിട്ട് കുറച്ചെടുത്തിട്ട് തലയോട്ടിയിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയേ. നമുക്കിത് 2 ആഴ്ച സ്റ്റോർ ചെയ്ത് വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയേ. എന്നിട്ട് തണുപ്പ് മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ കുട്ടികൾക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളേ. ഹെയർ പാക്കാണ് ഇടുന്നതെങ്കിൽ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. നമ്മളിപ്പോൾ ഹെയർ ടോണറായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഏതാണോ അത് തലയോട്ടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം നമുക്ക് ഇത് കുറേശ്ശായിട്ട് ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ അപ്പൂൻ്റെ തലയിലാണെങ്കിൽ സ്കൂളിൽ പോകുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം പേനൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ യൂസ് ചെയ്ത് പേനൊക്കെ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. വെളുത്തുള്ളി ചേർക്കുന്നതുകൊണ്ട് തന്നെ ഈരുണ്ടെങ്കിൽ ഈര് പോകാൻ ഹെൽപ്പ് ചെയ്യേ. ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഓരോ വാക്കച്ചിലെടുത്തിട്ട് മസാജ് കൂടി ചെയ്ത് കൊടുക്കണം. ചെറുതായിട്ട് താരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നന്നായിട്ടുള്ള താരം പോവേ. അപ്പൂനാണെങ്കിൽ ചെറിയ തോതിലേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് അതുകൂടി പൊക്കോളൂല്ലോ എന്ന് ഓർത്താണ് ഈ രീതിയിൽ ചെയ്യുന്നത്. ഇനിയിപ്പോൾ 10 മിനിറ്റിന് ശേഷം മുടി ഒന്ന് ചീവി കൊടുത്തതിന് ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ അടുത്തതാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ ഹെയർ ടോണറാണ്. ഇത് മുടി നന്നായിട്ട് വളരാനും
അതുപോലെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും പുതിയ മുടി കിളുക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഈ ഒരു ഹെയർ ടോണർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ട സവാളയാണ്. സവാളയിൽ ധാരാളമായിട്ട് ഫൈബർ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ മുടി കൊഴിച്ചിൽ കൺട്രോൾ ആവാനും പുതിയ മുടി കിളുക്കാനും താരൻ മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ സവാള ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുഞ്ഞുള്ളി വേണമെങ്കിൽ അതെടുക്കാം കേട്ടോ. അതാണെങ്കിൽ 10 എണ്ണെങ്കിലും എടുക്കണേ. എന്നിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്താൽ മതിയാവേ. ചെറിയ ഉള്ളിയാണ് കേട്ടോ കുറച്ചുകൂടി റിസൾട്ട് കിട്ടുന്നത്. ഞാനിപ്പോൾ ഒരു സവാള എടുത്തതേ ഉള്ളേ. സവാള എടുത്തിട്ട് ഒരു സ്റ്റീൽ പാത്രത്തിലോട്ട് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലോട്ട് നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ അളവിൽ ചായപ്പൊടിയാണ്. ചായപ്പൊടി മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടി കൊഴിച്ചിൽ കൺട്രോൾ ആവാനും മുടി നല്ല സിൽക്കിയായി കിടക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അടുപ്പത്തോട്ട് വെച്ചിട്ടാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് അങ്ങ് തിളപ്പിച്ചെടുക്കട്ടോ. ഒരു 5 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ ഇത് തിളച്ച് വരും. അന്നേരത്തേന് വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അങ്ങനെ തന്നെ വെച്ചേക്കുക. ഒന്ന് തണുക്കണം, അതായത് ചെറിയ ചൂട്. ആ ഒരു സമയത്ത് ഇതൊന്ന് അരിച്ചെടുത്തിട്ട് നമുക്ക് ഇത് ചെറിയ ചൂടോടുകൂടി തന്നെ തലയോട്ടിയിൽ അപ്ലൈ ചെയ്യും. ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം ഇത് നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ഒന്നുകിൽ ഒരു സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഒരു കോട്ടണിൽ മുക്കിയിട്ട് തലയോട്ടിയിൽ അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മുടിയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാകും. 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 10 മിനിറ്റിന് ശേഷം വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതിയാകും.